நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. മോളെ, എന്റെ ഓരോ തോന്നലുകളാണ്. മോക്കെന്നോട് വിഷമം ദേഷ്യമൊന്നും തോന്നരുത്. എന്താ ചേച്ചി? ഞാനിതിനു മുമ്പും പറഞ്ഞിരുന്നു, കൃഷ്ണമോളെ അഞ്ജനയുടെ കയ്യിലൊന്നും കൊടുക്കരുതെന്ന് പൂജമോളോടൊന്ന് പറയണം. കനകച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ആ കമ്മീഷണർ ഹേമേന്ദ്രന്റെ സഹോദരിയാണല്ലോ അഞ്ജന. അഞ്ജനയുടെ സഹോദരൻ കമ്മീഷണറും നന്ദസാറുമായിട്ടുള്ള വഴക്കിൽ നന്ദസാറിന്റെ കുടുംബത്തോട് ദേഷ്യം കാണും. അതിന് ആ ഒരു പകയില് അഞ്ജന പൂജമോളുടെ കുഞ്ഞിനെ നമ്മുടെ കൃഷ്ണമോളെ അപായപ്പെടുത്തില്ലെന്ന് ആര് കണ്ടു? കനകച്ചി എന്തൊക്കെയാ പറയുന്നേ? എന്താന്നറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നു. അല്ല, ഇവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. പൂജ, താനങ്ങോട്ടി പാഞ്ഞു പോന്നെ എന്താ? തന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ചേട്ടാ. താൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അല്ല, ഇവിടുത്തെ ചില സംഭാഷണങ്ങൾ കേൾക്കുമ്പോ ഒരു പേടി. എന്താ? എന്ത് സംഭാഷണം കേൾക്കുമ്പോഴാ പൂജ പേടി? ഒന്നുമില്ല. കാര്യം പറ പൂജ. അത് അല്ല, കമ്മീഷണർ ഹേമചന്ദ്രന്റെ സഹോദരിയാണല്ലോ അഞ്ജനാമ്മ. അച്ഛൻ അഞ്ജനാമ്മയെ വഞ്ചിച്ച ആളുമാണ്. സ്വാഭാവികമായും കമ്മീഷണർക്ക് മാത്രമല്ല, അഞ്ജനാമ്മയ്ക്കും നമ്മളോട് പകയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ പക വെച്ച് അഞ്ജനാമ്മ നമ്മുടെ കുഞ്ഞിനെ അപായപ്പെടുത്തുമെന്ന ഓരോ സംശയങ്ങൾ. ആർക്കാ അങ്ങനെ സംശയം? പറ, ഞാൻ ചോദിക്കാം. അജുവേട്ടൻ ചോദിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോ എനിക്കൊരു പേടി വന്നു. ചിന്തിച്ചപ്പോ അവര് പറഞ്ഞത് ശരിയാകുമെന്നൊക്കെ ഒന്ന് സംശയിച്ചു. എനിക്കറിയാം അങ്ങനൊന്നും നടക്കില്ല എന്ന്. പക്ഷെ കേട്ടപ്പോ ഒരു പേടി. അഞ്ജനാമ്മയൊന്ന് കാണാന്ന് വെച്ചു. എടോ, ഇതുപോലെ ആവശ്യമില്ലാത്ത പേടിയൊന്നും മനസ്സിൽ വെക്കണ്ട. നമുക്ക് സംശയമില്ലെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോ പേടി വരും അജുവേട്ടാ. എനിക്ക് അഞ്ജനാമ്മയെ വിശ്വാസം തന്നെയാ. സംശയത്തിന്റെ ഒരു നൂല് പോലും മനസ്സിലില്ലെങ്കിലും ഇങ്ങനെ കേട്ടപ്പോ ഒരു വെപ്രാളം. ഒരു സംശയം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം സംശയത്തിന്റെ കണ്ണിലൂടെയല്ലേ നോക്കിക്കാണൂ. അപ്പൊ തനിക്കിപ്പോഴും പേടിയുണ്ട്? ചെറുതായിട്ട്. ശരി, നമുക്ക് ഒരുമിച്ച് പോയി അഞ്ജനാന്റിയെ കാണാം. എന്തിനാ? അതവിടെ ചെല്ലുമ്പോ പറയാം. താൻ വാടൂ. ഈശ്വര, മോളെ, ഞാനും ഒരു അമ്മയാ. മക്കളെ പ്രസവിച്ച് വളർത്തിയ ഒരു അമ്മ. എനിക്ക് ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള മനസ്സുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞ് എന്റെ പേരക്കുഞ്ഞല്ലേ, എന്റെ പൂജമോളുടെ മോള്. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ലാളിക്കാൻ കിട്ടാന്ന് വെച്ച് അതൊരു ഭാഗ്യം. നിങ്ങൾ എനിക്ക് ആ ഭാഗ്യം തന്നു. നിങ്ങളോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദി ഉണ്ടാവും. പിന്നെ ചിലപ്പോ ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടന്നതുകൊണ്ടായിരിക്കും അവർക്ക് എന്നെ സംശയം തോന്നുന്നത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ? ഒരിക്കലുമില്ല. ജന്മം നൽകിയ മോളെ 24 വർഷം പിരിഞ്ഞിരുന്നവളാ ഞാൻ. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു. ഓരോ തരത്തിലുള്ള കുഞ്ഞുങ്ങൾ. എന്റെ സ്വപ്നങ്ങൾ മുഴുവൻ കുഞ്ഞുങ്ങളായിരുന്നു.
കുഞ്ഞിനെ ആരെങ്കിലും നുള്ളി നോവിക്കുന്നത് കണ്ടാ മതി, എനിക്ക് ദേഷ്യം വരും. മോളെ, മോനെ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു അപേക്ഷ വെക്കുവാ. എന്റെ റാണി മോളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താ. എന്റെ മോള് നിങ്ങളുടെ കുടുംബത്തോടും പൂജ മോളോടും ചെയ്ത ദ്രോഹങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ മോളല്ലേ, എന്റെ ഉദരത്തിൽ ജനിച്ച മോള്. എങ്ങനെയെങ്കിലും നിങ്ങൾ അവളെ ഒന്ന് കൊണ്ടു തരണം. ആന്റി, ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചാലും ആദ്യം നിയമത്തിന് മുമ്പിലായിരിക്കും അവളെ ഏൽപ്പിക്കുക. നിയമം വിധിക്കുന്ന ശിക്ഷ അവൾക്ക് കിട്ടണം. ശിക്ഷ കഴിഞ്ഞ് അവളെ ഞങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കാം. അത് മതി മോനെ. എങ്കിലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അമ്മേ? നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഉപദ്രവിക്കുമെന്ന് അവര് പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചോ? ആന്റി ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും വ്യക്തമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട്. എനിക്കൊരു ജീവിതം തരാൻ ശ്രമിച്ചവരാ നിങ്ങൾ. അല്ല, പിന്നെ അവരുടെ സംശയവും സ്വാഭാവികോ. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എന്റെ ജീവൻ ചോദിച്ചാലും ഞാനത് തരും. ആ കിരൺ, അർജുൻ, താൻ വീട്ടിലാണോ? അതെ, എന്താ? അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് വരണം. എന്താ കിരൺ? താൻ അയച്ചെന്ന ഫോട്ടോ ഇല്ലേ, അത് നമ്മൾ അന്വേഷിക്കുന്ന ആണ്ടവന്റെ ഫോട്ടോയാണ്. സത്യമാണോ കിരൺ? അതെ അർജുൻ, അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. മുമ്പ് ആ അലക്സ് പറഞ്ഞ ആണ്ടവൻ തന്നെയാണിവൻ, കമ്മീഷണറുടെ ആള്. കാര്യങ്ങളെ ഒരു കരക്കെത്തുന്ന ഫീലാണ് എനിക്ക്. ഇന്ന് ഈ കേസിൽ നിന്നും വ്യക്തമായ പല സൂചനകളും കിട്ടും. എന്തായാലും താൻ വേഗം വാ. ആ ഓക്കെ കിരൺ, ഞാൻ ദേ എത്തി. ശരി. ഓക്കെ, ശരി. പൂജ, എത്രയായി?